നമസ്കാരം. 140 മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. വയനാട്ടിൽ ഷിഗല്ല ഭീതി, 13 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കടുത്ത ജാഗ്രത. CMRL എക്സാലോജി കേസ് ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ടി വീണ കത്ത് നൽകി. പെരുമ്പാവൂരിൽ ഓപ്പറേഷൻ തൂഫാൻ, ഹെറോയിനുമായി അസം സ്വദേശിനി ഷാഹിദ ഖാത്തൂൻ അറസ്റ്റിൽ. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന് ഒളിച്ചുകളിയെന്ന സമസ്ത, രൂക്ഷ വിമർശനവുമായി സുപ്രഭാതം. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കൊടിയിറക്കം മാറുന്നു. മെക്സിക്കോ സിറ്റിയിൽ ആദ്യ വിസിൽ മുഴങ്ങും. വയനാട്ടിൽ ഷിഗല്ല ഭീതി, 13 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കടുത്ത ജാഗ്രത. വയനാട് ജില്ലയിൽ 8 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മുൻകരുതലിന്റെ ഭാഗമായി രോഗം സ്ഥിരീകരിച്ച കുട്ടികളുമായി സമ്പർക്കത്തിലുള്ളവർക്ക് പഠിക്കുന്ന 13 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ കോളിയാടി സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം 44 പേർ ചികിത്സയിലാണെന്നും ആകെ 502 പേർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതായും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. ബത്തേരി മാർ ബാസിലിയോസ് AUP സ്കൂളിലെ കിണറ്റിലെ വെള്ളത്തിൽ വൻതോതിൽ ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഇവിടുത്തെ ജല ഉപയോഗം പൂർണ്ണമായി വിലക്കി. രോഗവ്യാപനം തടയുന്നതിനായി വിവിധ പഞ്ചായത്തുകളിലെ 969 കിണറുകൾ ഇതിനോടകം ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ട്. CMRL എക്സാലോജി കേസ് ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ടി വീണ കത്ത് നൽകി. കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നാളെ ഇഡിക്ക് മുന്നിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്ന് ടി വീണ ആവശ്യപ്പെട്ടു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നലെ രാവിലെയാണ് വീണ ഇഡി കൊച്ചി യൂണിറ്റ് ഓഫീസിലേക്ക് ഇമെയിൽ വഴി അവധി അപേക്ഷ സമർപ്പിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അഭിഭാഷകൻ മുഖാന്തരം സമർപ്പിക്കാമെന്ന് കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വകുപ്പ് 50 പ്രകാരം സമൻസ് ലഭിച്ച കക്ഷി നേരിട്ട് ഹാജരാകണമെന്നാണ് നിയമവ്യവസ്ഥയെന്ന് ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അവധി അപേക്ഷയിന്മേലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്തിമ നിലപാട് ഇന്ന് തന്നെ വീണയെ അറിയിക്കുമെന്നാണ് സൂചന. പെരുമ്പാവൂരിൽ ഓപ്പറേഷൻ തൂഫാൻ, ഹെറോയിനുമായി അസം സ്വദേശിനി ഷാഹിദ ഖാത്തൂൻ അറസ്റ്റിൽ. കൊച്ചി പെരുമ്പാവൂരിൽ വൻ മയക്കുമരുന്ന് വേട്ടയുടെ ഭാഗമായി അസം സ്വദേശിനിയായ യുവതിയെ പോലീസ് പിടികൂടി. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് അസം നാഗോൺ സ്വദേശിനി ഷാഹിദ ഖാത്തൂൻ ഹെറോയിനുമായി പിടിയിലായത്. ഇവരിൽ നിന്ന് 1.3 ഗ്രാം ഹെറോയിൻ പോലീസ് സംഘം കണ്ടെടുത്തു. അസമിൽ നിന്ന് എത്തിക്കുന്ന മയക്കുമരുന്ന് ചെറിയ കുപ്പികളിലും സിപ്ലോ കവറുകളിലുമായി ഒളിപ്പിച്ചു വെച്ച് ഒരു കുപ്പിക്ക് 1000 രൂപ നിരക്കിലാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത്. പെരുമ്പാവൂർ SAP ഹാർദിക് മീനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന് ഒളിച്ചുകളിയെന്ന് സമസ്ത, രൂക്ഷ വിമർശനവുമായി സുപ്രഭാതം. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ സ്കൂൾ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം രംഗത്തെത്തി. പദ്ധതിയിൽ സംസ്ഥാന ഭരണകൂടം ഒളിച്ചുകളി നടത്തുകയാണെന്നും ഇത് ജനവിശ്വാസത്തെ തകിടം മറിക്കുന്ന നടപടിയാണെന്നും പത്രത്തിന്റെ എഡിറ്റോറിയലിൽ കുറ്റപ്പെടുത്തുന്നു. കേന്ദ്ര വിഹിതം കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ട അവ്യക്തതയും അനിശ്ചിതത്വവും പുതിയ സർക്കാരിന്റെ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിച്ചുവെന്ന് മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനിടെ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയോട് അടിയന്തര റിപ്പോർട്ട് തേടിയിരുന്നു. എന്നാൽ ചുമതലയൊഴിയാൻ തയ്യാറെടുക്കുന്നതിനാൽ SCERT SSK ഡയറക്ടർമാർ റിപ്പോർട്ട് നൽകാത്തതിനെ തുടർന്ന് സെക്രട്ടറി സ്വന്തം നിലയ്ക്കാണ് മന്ത്രിക്ക് വിവരങ്ങൾ കൈമാറിയത്. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കൊടിയിറക്കം മാറുന്നു. മെക്സിക്കോ സിറ്റിയിൽ ആദ്യ വിസിൽ മുഴങ്ങും. ആഗോള കായിക പ്രേമികൾ കാത്തിരുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് രാത്രി മെക്സിക്കോ സിറ്റിയിൽ പന്തുരുളും. ചരിത്രത്തിൽ ആദ്യമായി അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിൽ 48 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആവേശകരമായ ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. 16 വേദികളിലായി ആകെ 104 പോരാട്ടങ്ങൾ അരങ്ങേറുന്ന ഈ മഹാമേളയുടെ കലാശക്കൊട്ട് ജൂലൈ 19 ന്യൂയോർക്കിലാണ് നടക്കുക. ലിയണൽ
ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങിയ ഇതിഹാസങ്ങളുടെ വിടവാങ്ങൽ വേദിയാകാൻ സാധ്യതയുള്ള ടൂർണമെന്റ് പുത്തൻ താരോദയങ്ങൾക്കും സാക്ഷ്യം വഹിക്കും.